കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ വീണ്ടും മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവം നമ്മെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആരാധനയ്ക്കായി പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നോട് അടുപ്പിച്ചിട്ടല്ലാതെ ആർക്കും ദൈവത്തോട് അടുക്കുവാൻ കഴിയില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ കൃപകളെ ദൈവം പകരുമ്പോൾ അത് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയെക്കുറിച്ച് പ്രവാചകൻ ദർശനം കാണുമ്പോൾ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് കാണുകയാണ്. സറാഫുകൾ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറവ് കൊണ്ട് പാദം മറച്ച്, 2 ചിറവ് കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടെ എഴുതി 3 ആവർത്തിയാണ് പരിശുദ്ധൻ 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 എന്ന പദം പ്രയോഗിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിതാവാം ദൈവം പരിശുദ്ധൻ, പുത്രനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. സറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ 2 ചിറവ് കൊണ്ട് മുഖത്തെ മറയ്ക്കുന്നു. വളരെ തേജസ്സോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് സറാഫുകൾ. ഈ സറാഫുകൾ ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവസന്നിധിയിൽ ഈ സറാഫുകൾക്ക് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിക്കാൻ കഴിയുന്നില്ല. അവ അതിൻ്റെ മുഖത്തെ മറച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് നാം നിത്യതയിൽ എടുക്കപ്പെട്ടതിനന്തരം വചനത്തിൽ കാണുന്നു, അവർ തൻ്റെ മക്കൾ, ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കും എന്നുള്ളൊരു പദം, എന്നുള്ളൊരു പ്രോമിസ്, എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിത്യതയിലും ദൈവത്തെ മുഖാമുഖം കണ്ടാരാധിപ്പാൻ കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനകൾ അലക്ഷ്യമാകാതെ വണ്ണം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഇത്ര വലിയവനായ ദൈവത്തെ ദൂതന്മാർ പോലും ആരാധിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് ദൈവം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്ന അവകാശം. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നതിന് പകരം തേരഹിൻ്റെ ദൈവം എന്ന് വിളിച്ചുകൂടായോ? അബ്രഹാമിൻ്റെ പിതാവാണ് ആര്? തേരഹ്. തേരഹിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ കാണുന്നുണ്ട്. തേരഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് തേരഹ്. തേരഹിൻ്റെ മകനാണ് അബ്രഹാം. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ദൈവത്തെ കാണുന്നത് അബ്രഹാമിലൂടെയാണ്, തേരഹിലൂടെ അല്ല നമ്മൾ ദൈവത്തെ കാണുന്നത്. അബ്രഹാമിൻ്റെ ദൈവം ജീവനുള്ള ദൈവം. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ദൈവമെന്ന് വിളിക്കേണ്ടുന്നതിനെ തേരഹിനെ, അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അബ്രഹാമിൽ നിന്ന് ഹല്ലേലൂയ പുറകിലോട്ടുള്ള തേരഹ് പിതാവിനെ, അബ്രഹാമിൻ്റെ പിതാവിനെ കട്ട് ചെയ്ത് മാറ്റുക. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ദൈവം തേരഹിൻ്റെ ദൈവമല്ല, അബ്രഹാമിൻ്റെ ദൈവം. സ്തോത്രം. വീണ്ടും അവിടെ വിളിക്കുന്നത് ഇസഹാക്കിൻ്റെ ദൈവമാണ്. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവാണ്. പക്ഷേ ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ, ആ ക്ഷാമത്തിൽ താൻ ഞെരുങ്ങിയപ്പോൾ മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. അബ്രഹാം പൂർവ്വപിതാവാണ്, ശരിയാണ്. പക്ഷേ ദൈവത്തെ കണ്ടവനാണ്, ശരിയാണ്. പക്ഷേ അവനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആയിരിക്കുന്ന ഇടത്തെ വിട്ടിട്ട് ചില നന്മകൾക്ക് വേണ്ടി പിന്മാറിപ്പോയ ആളുകൂടിയാണ് അബ്രഹാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.
അബ്രഹാം പിന്മാറിപ്പോയപ്പോൾ മിസ്രൈമിൽ നിന്ന് ഒരു അടിമ സ്ത്രീയെ എന്ത് ചെയ്യുന്നു, കൂട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ അറിയാം. ആ അടിമ സ്ത്രീയിൽ നിന്നാണ് ഇസ്മായേൽ ജനിക്കുന്നത്. ആ ഇസ്മായേലിൽ നിന്നൊരു വലിയ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, പിറന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ഇസ്മായേല്യർ ആരാധിക്കുന്ന ദൈവത്തെ അല്ല. നമ്മുടെ ദൈവം ഇസഹാക്കിന്റെ ദൈവം. തേരഹിനെ കട്ട് ചെയ്തു, ഇസ്മായേലിനെ കട്ട് ചെയ്തു, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ ദൈവം. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിച്ചതിന് അനന്തരം പറയുന്നതാണ് യാക്കോബിന്റെ ദൈവം. യാക്കോബിന് ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, ഏശാവ്. എന്തുകൊണ്ട് ഏശാവിന്റെ ദൈവം എന്ന് വിളിക്കുന്നില്ല? ഗ്ലോറി ടു ഗോഡ്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനാണ് ഏശാവ്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ആ ഏശാവിനെ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന തേരഹിനെ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അടിമദേശത്തിൽ ആയിരിക്കുന്ന ഇസ്മായില്യ സന്തതിയുടെ ദൈവത്തെ കട്ട് ചെയ്യുന്നു. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ കട്ട് ചെയ്തിട്ടാണ് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ വിളിയിൽ തന്നെ അതിൻ്റെ അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ബോധ്യവും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. അബ്രഹാം ആരാധിച്ച ജീവനുള്ള ദൈവം, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ആരാധിച്ച ജീവനുള്ള ദൈവം, യാക്കോബിന്റെ ദൈവം ജീവനുള്ള ദൈവം. ഗ്ലോറി ടു ഗോഡ്. ഈ ദൈവം എൻ്റെ ദൈവം. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ദൈവം, ഭക്തന്മാർ അവർ ഉടമ്പടികളിലൂടെ ദൈവവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ച ദൈവം. ആ ദൈവത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കും ആരാധിപ്പാൻ ദൈവം കൃപ നൽകിയിരിക്കുമ്പോൾ ഒത്തിരി പേർ തേരഹിന്റെ ദൈവങ്ങളെ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. ഇസ്മായേല്യ ദൈവങ്ങളെ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. ഏശാവിനെ പോലെ ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവരെ പോലെ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഗ്ലോറി. അല്പസ്വല്പമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശത്തെ എന്ത് ചെയ്യരുത്, നമ്മൾ നഷ്ടമാക്കി കളയരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് അങ്ങനെ നമുക്ക് കൂടി വരുവാനും ഈ വലിയവനായ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന കൃപകൾ അത് പാഴാക്കരുത്. ഹല്ലേലൂയ. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞു. വീണ്ടും ഏശാവ് അത് തിരികെ കിട്ടുവാൻ അപേക്ഷിച്ചിട്ട് കിട്ടിയോ? കിട്ടിയില്ല, മടക്കി കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യമായ അവകാശം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ കേവലം ഭൗമികമായ ചില നന്മകളുടെ പിറകിലേക്ക് പോയാൽ മടങ്ങി വരുവാൻ പോലും കഴിയാതെ വണ്ണം, നിത്യത പോലും കിട്ടാതെ വണ്ണം നാശത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം ഈ ദൈവത്തെ അബ്രഹാമിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിക്കുമ്പോൾ നമ്മൾ ഈ പാഠങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഓർക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം, ഗ്ലോറി ടു ഗോഡ്, ശ്രേഷ്ഠതയേറിയ അവകാശമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല. ഗ്ലോറി ടു ഗോഡ്. പുതിയ നിയമ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മ. ഇസ്രായേൽ മക്കൾക്ക് അവർ അനുസരിച്ച് നടക്കേണ്ടതിന് ദൈവം അവർക്ക് കൊടുത്തത് എന്താണ്? ന്യായപ്രമാണം. ആ ന്യായപ്രമാണം അനുസരിച്ച് അതിൻ്റെ മുകളിൽ നിത്യജീവൻ അവകാശമാക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു കാലത്തിൻ്റെ സമ്പൂർണതയിൽ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഈ ലോകത്തിൽ വന്നിട്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായി ക്രിസ്തു അനുസരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിലൂടെ ദൈവം കൊടുത്ത വാഗ്ദത്തം, ഒരു വാഗ്ദത്തമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, നിത്യജീവൻ എന്ന വാഗ്ദത്തം. നിത്യജീവൻ എന്ന വാഗ്ദത്തം
യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി കർത്താവിൽ എന്ത് ചെയ്തു? പ്രാപിച്ചു. പുനരുത്ഥാനം എന്ത് ചെയ്തു? പ്രാപിച്ചു. കാത്തിരുന്ന ദൈവത്തിൻ്റെ മക്കളുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കുള്ള നിത്യജീവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നടപ്പിൽ. ഇവിടെ രണ്ട് അനുസരണത്തെക്കുറിച്ച് കാണിക്കുന്നു. ഒന്ന്, ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടർ. മറ്റൊന്ന്, ദൈവാത്മാവിനനുസരിച്ച് നടക്കുന്ന മറ്റൊരു കൂട്ടർ. പിന്നെ കിടക്കുന്നവരെവിടെയാ? അവർക്ക് ന്യായപ്രമാണവും ഇല്ല, ദൈവാത്മാവും ഇല്ല. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണം അനുസരിച്ച് നടക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തം ശക്തിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അനുസരിച്ച് ജയമെടുക്കുവാൻ കഴിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ദൈവത്തിൻ്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? എഴുതുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ന്യായപ്രമാണം, എഴുതപ്പെട്ട പ്രമാണം പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് നമ്മുടെ കരങ്ങളിലുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്രിസ്തുവിൽ പരിഹരിക്കപ്പെട്ടത് കൊണ്ട് പിതാവാം ദൈവം അതെന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. നമ്മെ അതിൽ നിന്ന്, അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. ഗ്ലോറി ടു ഗോഡ്. ആത്മനിയന്ത്രിതമായ ഒരു മനസ്സും ആത്മനിയന്ത്രിതമായ വിചാരങ്ങളും ആത്മനിയന്ത്രിതമായ ഇച്ഛാശക്തിയും ആത്മനിയന്ത്രിതമായ മനസാക്ഷിയും ഒക്കെയായി, ഹല്ലേലൂയ, ആത്മനിയന്ത്രിതമായ ഇന്ദ്രിയങ്ങളുള്ളവരായി, ഗ്ലോറി ടു ഗോഡ്, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ അവരെന്ത് ചെയ്യും? പ്രാപിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കാരണം അവരിൽ അധിവസിക്കുന്നത് നിത്യജീവന്റെ പരിശുദ്ധാത്മാവാണ്. എന്ത് ചെയ്യുന്നത്? അവരിൽ അധിവസിക്കുന്നത്. ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ കർത്താവ് എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിന് എന്ത് ചെയ്ത് ഈ ലോകത്തിലേക്ക് അയച്ചത്. ഗ്ലോറി ടു. 4-ാമത്തെ വാക്യം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി. കണ്ടോ? ന്യായപ്രമാണത്തിന്റെ കീഴാണ് ആര് ജനിച്ചു വന്നേ? യേശു. യേശുവിന് ന്യായപ്രമാണം ബാധകമായിരുന്നുവോ? ബാധകമായിരുന്നു. അതാണ് ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചു വന്നു. ആരെ പോലെ? നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ, ഈ ലോകത്തിൽ, പാപപങ്കുലമായ ഈ ലോകത്തിൽ പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യന്റെ ശരീരത്തിലാണ് വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തേ? ഇറങ്ങി വന്നിട്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായും യേശു തൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു? അനുസരിച്ചു. ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്തിനാണ്? അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിക്കേണ്ടുന്നതിനാണ് ഈ ലോകത്തിൽ കർത്താവ് എന്ത് ചെയ്ത് ഇറങ്ങി വന്നത്. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തെ അനുസരിച്ച ആത്മാവാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? അവകാശികളായി തീരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആരെ അനുസരിച്ച് നടക്കണമെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. 5-ാമത്തെ വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരുടെ ശിക്ഷാവിധി എന്താണ്? നിത്യനരകം. കാരണം എന്താ? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഈ ലോകത്തിൽ ഒരാൾ മാത്രമേ ന്യായപ്രമാണത്തെ പൂർണ്ണമായി എന്ത് ചെയ്തുള്ളൂ? അനുസരിച്ചുള്ളൂ. ആ അനുസരിച്ചവന്റെ മേലിരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നത്?
കൊടുക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിത്യജീവനാണ്. ഈ നിത്യജീവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പ്രമാണത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. ഉള്ളിൽ എഴുതിയിരിക്കുന്ന പ്രമാണത്തെ അനുസരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയ്ക്കാണ് നമ്മൾ യേശുവിനെ എന്ത് ചെയ്യുന്നത്? വിശ്വസിച്ചത്. ഗ്ലോറി ടു ഗോഡ്. കേവലം ഭൗമികമായ ചില നന്മകളോ അനുഗ്രഹങ്ങളോ ലഭിക്കേണ്ടതിനുള്ള വിശ്വാസമല്ല. നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. യേശുവിനെ രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കർത്താവായി നാം സ്വീകരിച്ചിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ. എവിടെയുള്ള ശിക്ഷാവിധി? നിത്യ നരകത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയിൽ നിന്നാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ആ ശിക്ഷ ക്രൂശിൽ എന്ത് ചെയ്തു? സംഭവിച്ചു. എൻ്റെ പാപങ്ങൾക്ക്, എൻ്റെ ശാപങ്ങൾക്ക്, എൻ്റെ രോഗങ്ങൾക്കുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. അത് വിശ്വസിക്കുമ്പോൾ നിത്യ നരകത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് നമ്മൾ നിത്യജീവനിലേക്ക് രക്ഷ നമ്മൾ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. രണ്ടാമത്തെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ന്യായപ്രമാണത്തെ കർത്താവ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അനുസരിച്ചുള്ളൂ. നമുക്കൊരു നീതീകരണം ആവശ്യമാണ്. കാരണം ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നതിലൂടെ അല്ലാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ന്യായപ്രമാണം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ദൈവം എന്ത് ചെയ്തത്? ന്യായപ്രമാണം കൊടുത്തത്. ഗ്ലോറി ടു ഗോഡ്. അത് ഇസ്രായേൽ മക്കൾ മാത്രമാണ്. ബാക്കി ലോകത്തിലുള്ള സകല മനുഷ്യരും പുറംജാതിക്കാരാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള വ്യവസ്ഥകളോ ക്രമങ്ങളോ ദൈവത്തിന്റെ കൽപ്പനകളോ ഒന്നും തന്നെ പുറം ജാതിക്കാരായിട്ടുള്ള ആർക്കും ലഭിച്ചിരുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ലഭിക്കാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് തോന്നിയതുപോലെയുള്ള ആരാധനാക്രമങ്ങളിലൂടെ അവർ അന്യദൈവങ്ങളെ എന്ത് ചെയ്യുന്നു? ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് വ്യത്യസ്തമായ ആരാധനകളിലൂടെ അവരും ദൈവം എന്നുള്ള സങ്കല്പത്തിൽ എന്ത് ചെയ്തു? ആരാധിച്ചു. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിനുള്ള പ്രമാണങ്ങളും കൽപ്പനകളും വിധികളും ചട്ടങ്ങളും എന്നിത്യാദി ദൈവവുമായി ബന്ധം പുലർത്തേണ്ടിയ സകല കാര്യങ്ങളും ദൈവം ഇസ്രായേൽ ജനത്തിന് മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്? കൊടുത്തിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രമാണം കൊടുക്കേണ്ടതിന് കാരണവും ഭക്തനായ അബ്രഹാം നിമിത്തം ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൻ പ്രകാരമാണ് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളായ ഇസ്രായേൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? കൊടുക്കുമ്പോൾ ജീവനും മരണവും ഞാൻ നിനക്ക് മുൻപിൽ വയ്ക്കുന്നു. എന്ത് ജീവൻ? നിത്യജീവനും നിത്യമരണവും ഈ കൽപ്പനയ്ക്കകത്തുണ്ട്. നിനക്കത് തിരഞ്ഞെടുക്കാം. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബുദ്ധിഹീനരായിട്ടുള്ള മനുഷ്യരാണോ? അല്ല. അവരെന്ത് ചെയ്തു? നിത്യജീവന് വേണ്ടി അന്നും ഇന്നും എപ്പോഴും അവർ ദൈവത്തിന്റെ പ്രമാണം എന്ത് ചെയ്തു? മുറുകെ പിടിക്കുകയാണ്. എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ന്യായപ്രമാണത്തിന്റെ നിവർത്തി ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിട്ടും യഹൂദജനം അന്നും ഇന്നും എന്ത് ചെയ്യുന്നില്ല? യേശുവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യഹൂദന്മാരുടെ മാത്രം ദൈവമാണോ? പൗലോസ് ചോദിക്കുന്നുണ്ട്. അവൻ ജാതികളുടെ കൂടെ ദൈവമല്ലയോ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് പുറം ജാതിയിലേക്ക് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു. ആ പകർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ദൈവത്തിന്റെ സഭ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ കീഴെയുള്ള യെരുശലേമെന്നും മുകളിലെ യെരുശലേമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. കീഴെയുള്ള യെരുശലേം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നതായ യഹൂദജനം. മകളിലെ യെരുശലേം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗത്തിൽ കയറിയ കർത്താവ് പകരുന്ന പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ മകളിലെ യെരുശലേമിൽ നിന്ന് ജനിച്ചതാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ എന്ത് ചെയ്യുന്നത്? അത് വെളിപ്പെടുത്തി തരുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിന്റെ നിവർത്തിയാണ്. ആ നിവർത്തിയായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? അനുസരിച്ച് നടപ്പിൻ. ഗ്ലോറി ടു ഗോഡ്. ഇസ്രായേൽ മക്കൾ ഇന്നും
ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ, ക്രിസ്തുവിനെ കൂടാതെ സ്വന്തം ശക്തി കൊണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുമ്പോൾ പുതിയ നിയമസഭയിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? തന്നിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. പ്രമാണത്തെ അനുസരിച്ച് നടക്കേണ്ടിയ പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. ഗ്ലോറി ടു ഗോഡ്. 16-ാമത്തെ വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ എന്ത് ചെയ്യുവിൻ? അനുസരിച്ച് നടക്കുവിൻ. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടത്? നിത്യജീവൻ വേണമെങ്കിൽ. നിത്യജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി. നിത്യജീവൻ വേണ്ടെങ്കിലോ യേശുവും വേണ്ട, ആത്മാവും വേണ്ട, നിത്യജീവൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് രക്ഷിതാവിനെ വേണം, നീതീകരണം പ്രാപിച്ച ക്രിസ്തുവിനെ വേണം, കർത്താവായിട്ടവനെ വേണം, ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനെ വേണം, തേജസ്കരണത്തിന് വേണ്ടി കർത്താവ് വേണം, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി കർത്താവിന് വേണം. അതിന് നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം. അവൻ നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ നമുക്ക് ശ്രേഷ്ഠ ഇടയനാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിച്ച് നടപ്പിൻ. അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ തന്നെ എന്ത് ചെയ്യുക? വിധേയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള. വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യും? നടത്തും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ട് ആത്മാഭിഷേകം ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും വിരോധമാണെന്ന് എന്ത് ചെയ്യുന്നു? അവിടെ വായിക്കണം. ഇത് രണ്ടും തമ്മിൽ ഘടകവിരുദ്ധമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ ചിന്തിച്ചു. ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ജഡത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച്, ദേഹിയിലെ പാപങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഗലാത്യർ 5:19 മുതൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, ശരീരത്തിലെ പാപം, അശുദ്ധി, ശരീരത്തിലെ പാപം, ദുഷ്കാമം, ശരീരത്തിലെ പാപം, വിഗ്രഹാരാധന, ശരീരത്തിലെ പാപം, ആഭിചാരം, ശരീരത്തിലെ പാപം, പക, ദേഹിയിലെ പാപം, പിണക്കം, ദേഹിയിലെ പാപം, ജാരശങ്ക, ദേഹിയിലെ പാപം, ക്രോധം, ദേഹിയിലെ പാപം, ശാഠ്യം, ദേഹിയിലെ പാപം, ദ്വന്ദ്വപക്ഷം, ദേഹിയിലെ പാപം, ഭിന്നത, ദേഹിയിലെ പാപം, അസൂയ, ദേഹിയിലെ പാപം, മദ്യപാനം, ശരീരത്തിലെ പാപം, വെറിക്കൂത്ത്, ശരീരത്തിലെ പാപം. ഇത്ര കാര്യങ്ങൾ ഇവിടെ പറയുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് 22-ാമത്തെ വാക്യത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, സ്വയനിയന്ത്രണം. ഗ്ലോറി ടു ഗോഡ്. ഇതാണ് ആത്മാവിൻ്റെ ഫലം. അപ്പോൾ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കില്ല. ജഡത്തിൻ്റെ മോഹം, ജഡത്തിൻ്റെ പാപം നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? വായിച്ച കാര്യങ്ങൾ. അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? വിടിവിച്ച് ആത്മാവിൻ്റെ ഫലമുള്ളവനാക്കി ദൈവം എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. കൊലോഷ്യൻസ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 5-ാം വാക്യം മുതൽ വായിച്ചു. ദുർനടപ്പ്, ദേഹത്തിലെ പാപം, അശുദ്ധി, ദേഹത്തിലെ പാപം, അതിരാഹം, ദേഹത്തിലെ പാപം, ദുർമോഹം, ദേഹത്തിലെ പാപം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹവും. അതിനകത്ത് ദേഹവും ദേഹിയും കൂടെ എന്ത് ചെയ്യും? സംയോജിക്കുന്ന ഒരു ഭാവമാണ് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എഫേഷ്യൻസ് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ് ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന. പുതിയ നിയമത്തിൽ അക്ഷരികമായിട്ടൊരു വിഗ്രഹത്തെ ആരും എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. പക്ഷെ അകത്തെന്തുണ്ട്? വിഗ്രഹമുണ്ട്. വിഗ്രഹം ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആരാധിക്കാൻ പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യജീവൻ അവകാശമാക്കുവാൻ. അപ്പോൾ ഇവിടെ ഒരു ദേഹവും ദേഹിയും ആത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നു. അതിൽ ദേഹത്തിൻ്റെ പാപം നമ്മളിവിടെ വായിച്ചു. 8-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴോ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങൾ എന്താണ്? കോപം, ക്രോധം,
ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെ എന്ത് ചെയ്യുവിൻ? വിട്ടുകളവിൻ. ഇത് ദേഹിയിലെ പാപമാണ്. ഇതിനെ വിട്ടുകളയണം. ദേഹത്തിലെ പാപത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിപ്പിൻ എന്ന പദമാണ് അവിടെ പ്രയോഗിക്കുന്നത്. ദേഹിയിലെ പാപം എന്ത് ചെയ്യും? വിട്ടുകളവിനെന്നും, അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഉരിഞ്ഞുകളവിൻ എന്ന് പറയുകയും ചെയ്തിട്ട് 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വൃതന്മാർ, വിശുദ്ധന്മാർ, പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, അത് ആത്മാവിൻ്റെ ബലമാണ്. ഗ്ലോറി ടു ഗോഡ്. ഗലാത്യർ 5-ലും നമ്മൾ ദേഹത്തിലെ വിഷയം, ദേഹിയിലെ വിഷയം, ആത്മാവിലെ വിഷയം എന്ത് ചെയ്യുന്നു? നമ്മൾ മനസ്സിലാക്കും. ദേഹത്തിലെയും ദേഹിയിലെയും പാപം എന്ത് ചെയ്യണം? വിട്ടുകളയണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ യാത്ര എങ്ങോട്ടാണ്? സിയോനിലേക്ക്. അവർ എവിടെ കാണും? നിത്യജീവനിൽ കാണും. ആമേൻ. അതുകൊണ്ട് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ക്രൂശിപ്പിൻ. നിങ്ങളുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യുവിൻ? ഉരിഞ്ഞു കളവിൻ. പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ധരിച്ചു കൊള്ളുവിൻ. എന്തിനു വേണ്ടി? നിത്യജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടി. വീണുപോയ ശരീരത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. എൻ്റെ ആത്മാവിനെയും കൂടെ എന്ത് ചെയ്യണം? നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതിനുള്ള കഠിന പരിശ്രമത്തിലാണ് വീണുപോയ എൻ്റെ ശരീരത്തിന് കൂടിയുള്ളത്. ആത്മാഭിലാഷം, ജഡാഭിലാഷം എന്നുള്ള രണ്ട് കാര്യങ്ങൾ, ഘടകവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ബോഡിയിലും സോളിലും സ്പിരിറ്റിലുമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. സാത്താൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ നിത്യനരകത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഈ ലോകത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മീയമായി നമ്മൾ ജയമെടുക്കുവാൻ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചു. ജയം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ലോകം മനുഷ്യനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്ത് കാര്യത്തിൽ? അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരാൻ അനുവദിക്കാതെ വണ്ണം അവനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞു, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോകത്തെ ജയിച്ചു, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാപത്തെ ജയിച്ചു, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പിശാചിനെ ജയിച്ചു. അവൻ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറി. ഗ്ലോറി ടു ഗോഡ്. അവൻ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എന്താണ് ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറയുന്നത്? ഗ്ലോറി ടു ഗോഡ്. നമുക്കറിയാം, മോശ മരണപ്പെടുന്ന സമയത്തിലും തൻ്റെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യൂദയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അന്ധകാരത്തിൻ്റെ ശക്തികൾ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്യുന്നു? മീഖായേൽ ഇറങ്ങി വരികയും ഒരു ദൂഷണ വാക്ക് പോലും ഉച്ചരിക്കാതെ വണ്ണം ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് മോശയെ വിടിവിക്കുന്നത് കാണുന്നു. അപ്പോൾ ദേശാധിപതി ശക്തികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ എന്നിത്യാദി വാഴ്ചകളും അധികാരങ്ങൾ എന്നിത്യാദി സകല കാര്യങ്ങളും എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കി നിൽക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് കാണുമ്പോൾ എവിടെ കൂടെയാണ് പോയത്? മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുന്ന അന്ധകാര ശക്തികൾ ഉള്ള ഇടത്ത് തന്നെ യേശുവിൻ്റെ ശരീരം പുനരുദ്ധാനം പ്രാപിച്ച് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളുമുള്ള അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് അവൻ ശരീരവുമായിട്ട് എന്ത് ചെയ്തത്? സ്വർഗത്തിൽ കയറിയത്. സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ അവൻ കയറി. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുമ്പോൾ തന്നെ വീണുപോയ ശരീരം, പഴയ മനുഷ്യൻ്റെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കൂടെ എന്ത് ചെയ്യണം? മരണത്തിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഗ്ലോറി ടു ഗോഡ്. വചനത്തിൽ കാണുന്ന എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ മോഹം ശരിക്കും പറഞ്ഞ എന്താ? എന്നെ ആത്മാവിനെ കൂടെ എന്ത് ചെയ്യണം? നിത്യനരകത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ മോഹം. ഗ്ലോറി ടു ഗോഡ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ മോഹം എന്ത് ചെയ്യത്തില്ല? നിവർത്തിക്കുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ജഡത്തിൻ്റെ മോഹം എന്താ? ജഡത്തിൻ്റെ ഈ പറഞ്ഞ പാപങ്ങളിലൂടെയുള്ള ശിക്ഷാവിധിയിലേക്ക് എന്ത് ചെയ്യുക? കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം മുതൽ വായിക്കാം.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഉചിതമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു പറയുന്നു. ഈ ഉചിതമല്ലാത്ത കാര്യങ്ങൾ നികൃഷ്ട ബുദ്ധിയിലാണ് എന്ത് ചെയ്യുന്നത്. അതിന് ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ഏൽപ്പിക്കുമോ? ഒരു ചോദ്യം വരാം. ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഏൽപ്പിക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്താണ്? നികൃഷ്ട ബുദ്ധിയിലേക്ക് പോകാൻ ആണ് അവർക്ക് എന്ത് താല്പര്യം. അതുകൊണ്ട് ഓക്കെ, നിനക്കതാണ് താല്പര്യമെങ്കിൽ നീ അങ്ങനെ എന്ത് ചെയ്യുക, നീ ജീവിച്ചുകൊള്ളുക. അങ്ങനെ ജീവിക്കുന്നവർ നികൃഷ്ട ബുദ്ധിയിൽ എന്താണ് ചെയ്യുന്നത്? 21 കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. 29ാമത്തെ വാക്യം, സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവത്തിൻ്റെ ന്യായം അവർ അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ നികൃഷ്ട ബുദ്ധിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ആ നികൃഷ്ട ബുദ്ധി അവനെ എവിടെ കൊണ്ടെത്തിക്കും? മരണയോഗ്യരെന്നാണ് അവിടെ വായിക്കുന്നത്. സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം ഉണ്ടാക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും ആത്മാഭിലാഷം ജഡത്തിനും എതിര്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി. നമ്മൾ പ്രാരംഭ സമയങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്താണ്? വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കേണ്ടിയെന്നുള്ള വിശ്വാസം. ന്യായപ്രമാണത്തിന്റെ നീതിയായി നിത്യജീവൻ ലഭിപ്പാൻ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നീതീകരണം പ്രാപിക്കുന്ന വിശ്വാസം, അതും ഗ്ലോറി ടു ഗോഡ്, നമുക്ക് വിശ്വാസത്താൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടിയ 3ാമത്തെ തലം വരുമ്പോൾ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവെടുത്തും വരെ തുളച്ചു ചെന്ന് ദേഹിയിലെ പാപം എന്താണെന്നും ദേഹത്തിലെ പാപം എന്താണെന്നും ആത്മാവിന്റെ ഫലം എന്താണെന്നും ദൈവത്തിന്റെ വചനം വേർപെടുത്തി നമ്മെ കാണിച്ചു തരാതെ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ സാധ്യമല്ല. വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയും വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണവുമല്ല ഇവിടെ പറയുന്നത്, അനുസരണത്താൽ ലഭിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ലെങ്കിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച പരിശുദ്ധാത്മാവാണ് പുതിയ നിയമസഭയിൽ ദൈവം എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. അപ്പോൾ പ്രമാണം മാറിയോ? പ്രമാണം മാറിയില്ല. ഹല്ലേലൂയ. പ്രമാണത്തെ അനുസരിച്ച ആത്മാവ് നിത്യജീവനെ കൊണ്ട് ദൈവസഭയിലേക്ക് എന്ത് ചെയ്തു, ഇറങ്ങി വന്നു. 2000 വർഷത്തിന് മുമ്പ് ഇറങ്ങി വന്ന അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഇന്നും ദൈവസഭയ്ക്കുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആ പകർച്ചയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ലഭിക്കുമ്പോൾ അവരുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നടക്കണം. ജീവന്റെ മാർഗം ഞാൻ നിനക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ജീവന്റെ വെളിച്ചം ഞാൻ നിനക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു, ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വേർപെടുത്തി വെളിപ്പെടുത്തി തരുമ്പോൾ, നേരത്തെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഏകദേശം 21 കാര്യങ്ങളും. ഗ്ലോറി ടു ഗോഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ദേഹത്തിലെയും ദേഹിയിലെയും പാപം എന്ത് ചെയ്തു, വെളിപ്പെടുത്തുന്നു. കൊലോഷ്യൻസ് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലും ദേഹത്തിലെയും ദേഹിയിലെയും പാപങ്ങൾ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നു. ഈ പാപങ്ങളെ വേർപെടുത്തി ഒരു മനുഷ്യനെ നിത്യജീവനിലേക്ക് എടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിനാണ്. അതാണ് ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെ എവിടെ നിന്ന്, ദേഹിയിലെ പാപത്തിൽ നിന്ന് വേർപെടുത്തണം. ആത്മാവിനെ ദേഹത്തിലെ പാപത്തിൽ നിന്ന് വേർപെടുത്തണം. എന്തിനു വേണ്ടി? നിത്യജീവന് വേണ്ടി. ഈ കാര്യം ആരാണ് ചെയ്യുന്നത്?
ദൈവത്തിന്റെ വചനം, ഗ്ലോറി ടു ഗോഡ്, വേർപെടുത്തുന്നു. അപ്പോൾ നികൃഷ്ട ബുദ്ധിയിൽ നിന്ന് വേർപെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ജഡാഭിലാഷം എന്നുള്ള വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേർപെടുത്തുന്നു. ദേഹിയിലെ പാപങ്ങളിൽ നിന്ന് ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വേർപെടുത്തുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ഗ്ലോറി ടു ഗോഡ്, ന്യായപ്രമാണത്തെ അനുസരിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പുത്രത്വം എന്തിയിരിക്കുന്നു? പ്രാപിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവന്റെ കാര്യമാണ് കേട്ടോ. ഗ്ലോറി ടു ഗോഡ്. കേവലം ഭൗമികമായ ചില നന്മകളോ അനുഗ്രഹമോ വിടുതലോ കിട്ടണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രം എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. യേശുവിൻ്റെ നാമത്തിലെ ശക്തിയും വചനത്തിലെ ശക്തിയും വ്യത്യാസമാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. പക്ഷെ അവൻ്റെ വചനത്തിലാണ് നിത്യജീവന്റെ ശക്തി ഇരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വചനത്തിലൂടെ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? കാണിച്ചു തരുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ എത്രത്തോളം നമുക്ക് വിടുതൽ ആവശ്യമാണെന്നുള്ള ബോധ്യം എന്ത് ചെയ്യും? ഉണ്ടാവും. ആ വിടുതൽ നമുക്ക് തരുന്നത് ക്രിസ്തുവാണ്. ആ വിടുതൽ നമുക്ക് തരുന്നത് വചനമാണ്. ആ വിടുതൽ നമുക്ക് തരുന്നത് ഗ്ലോറി പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിനായി ദൈവം തൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നു? വേർപെടുത്തുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. എഫേഷ്യൻസ് 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യം, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടുന്നതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഒരു ശുദ്ധീകരണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. 26-ാം വാക്യം ഒന്നുകൂടെ, അവൻ അവളെ. ഇവിടെ അവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ, അവൾ എന്നിവിടെ ആലങ്കാരികമായി പ്രയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെ. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഗ്ലോറി ടു ഗോഡ്. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ജലസ്നാനം കൊണ്ട് മാത്രം വെടിപ്പാകുന്നില്ല. നമ്മൾ ജലസ്നാനത്തിൽ കൽപ്പന എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. പക്ഷേ ഇവിടെ വചനം വായിക്കുന്ന എന്താണ്? വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ എന്ത് ചെയ്യണം? വെടിപ്പാകപ്പെടണം. ഗ്ലോറി. ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എന്തിനാണ് ആ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ദൈവം വെടിപ്പാക്കുന്നത്? കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിന്. സഭയ്ക്ക് മുന്നിൽ ആര് വരണം? ഒരു പാസ്റ്റർ അല്ല വരാൻ, വിശ്വാസികളോ കമ്മിറ്റിയോ അല്ല വരാൻ. സഭയ്ക്ക് മുൻപിൽ ആര് വരണം? ക്രിസ്തു. സഭയുടെ തല ആരായിരിക്കണം? ക്രിസ്തു. ഇവിടെ ശുദ്ധീകരണപ്പെടുന്ന സഭയ്ക്ക് കർത്താവ് പറയുന്നത് എന്താണ്? തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തണം. എന്തിനു മുന്നിൽ നിർത്തണം? സഭയ്ക്ക് മുന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാണ് വിശുദ്ധീകരിക്കുന്നത്. ശുദ്ധീകരിക്കുന്ന ദൈവസഭയ്ക്ക് മുന്നിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. എന്തിനു വേണ്ടി? തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിന്. ഇവിടെ മുൻനിർത്തുമ്പോൾ ഓർത്തോളണം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവസഭയും തേജസ്സോടെ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഇവിടെ യേശുവിനെ തേജസ്സോടെ മുൻനിർത്തുകയും യേശുവിനെ തലയായി വച്ചിരിക്കുകയും ചെയ്യുന്ന സഭ കർത്താവിൻ്റെ വരവിൽ തേജസ്സോടുകൂടി ആ സഭയും അവിടെ വെളിപ്പെടും. അതിനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ശുദ്ധീകരണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. വിശ്വാസത്താലുള്ള രക്ഷയോ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതിയോ അല്ല നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്താവിഷയം. അത് നമ്മൾ കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു 16 മണിക്കൂറിൽ ചില്ലറയായിട്ട് നമ്മൾ ആ സബ്ജക്റ്റ് ചിന്തിക്കാം. പക്ഷെ ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, ദൈവപുത്രനായ ക്രിസ്തു ജീവന്റെ വെളിച്ചമായിട്ട് ഇറങ്ങി വന്നിട്ട് തന്നെ അന്വേഷിക്കുന്നവരുടെ മധ്യത്തിൽ പ്രവചന പുസ്തകത്തിലൂടെയും ന്യായപ്രമാണത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയൊക്കെ
മെസ്സിഹയെ അന്വേഷിക്കുന്നവരുടെ മധ്യത്തിൽ പ്രത്യക്ഷമായ മെസ്സിഹ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിൽ എന്നെ അന്വേഷിക്കുന്നു, നിങ്ങൾ പ്രവചന പുസ്തകത്തിൽ എന്നെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ എന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് നിത്യജീവനെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. ആ നിത്യജീവനായ മെസ്സിഹ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അവർക്ക് എന്ത് ചെയ്യുന്നില്ല? മെസ്സിഹയെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവരോട് കർത്താവ് പറയാണ്, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവനുള്ള ദൈവം, മനുഷ്യന്റെ മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനും കൊണ്ടുവന്ന കർത്താവ്, പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ്, ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ്, സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് ഇറങ്ങി വന്ന് നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒന്ന് ഇഴുത്തി പറയട്ടെ. പൊട്ടനായ ഞാൻ പ്രസംഗിച്ചാൽ പിന്നെ എത്ര പേര് മനസ്സിലാക്കും? മനസ്സിലായോ? യേശു ഇറങ്ങി വന്ന് നിത്യജീവനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് നമുക്ക് നിത്യജീവന്റെ വചനം പ്രസംഗിച്ചാൽ എത്ര പേര് അത് ഉൾക്കൊള്ളും? നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ അത് കേൾക്കും. ഗ്ലോറി ടു ഗോഡ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിപ്പിൻ. ആ വചനങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിൻ. നശിച്ചു പോകുന്ന ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചു നാളെ നശിച്ചു പോകുന്നു. ഓക്കെ, ഇന്ന് കഴിക്കുന്ന ആഹാരം ഒരു മനുഷ്യന് ബലം കൊടുക്കുന്നു. അവനൊരു പക്ഷേ 70, 80, 90 വയസ്സ് വരെ ജീവിക്കുമ്പം ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന ആഹാരത്തോടു കൂടി അവൻ്റെ ശരീരത്തിൻ്റെയും നിലനിൽപ്പന്തിയും അവസാനിക്കുമ്പോൾ നിലനിൽക്കുന്ന നിത്യജീവന്റെ ആഹാരം ഭക്ഷിക്കുന്നവരുടെ ആത്മാവ് നിത്യതയിൽ കാണും. നിങ്ങൾ അതുകൊണ്ട് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പ്രയത്നിപ്പിന്ന. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി താല്പര്യം ആൾക്കാർക്കുണ്ട്. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഈ ലോകത്തിലെ നിന്ന് മാറ്റപ്പെടുന്നത് കൂടി എന്ത് ചെയ്യും? അതെല്ലാം പോകും. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ അവൻ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ദൈവസഭയെ വിശുദ്ധീകരിക്കുന്നത് തനിക്ക് തന്നെ സഭയ്ക്ക് മുൻപിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെ അവനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ സഭ, അവനെ തലയാക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ തേജസ്സിൽ അവനോടുകൂടെ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. അപ്പോൾ ദേഹത്തിൽ നിന്ന്, ദേഹിയിൽ നിന്ന് ആത്മാവിലേക്ക് പ്രവേശിക്കേണ്ടുന്നതിന് ശുദ്ധീകരണം പ്രധാനമാണ്. അതിന് ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ആത്മാവ് എന്താണെന്നും പ്രാണൻ എന്താണെന്നും ദേഹം എന്താണെന്നും എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി തരണം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലും ഗലാത്യർ ലേഖനത്തിലും കൊലോഷ്യൻസ് എഴുതിയ ലേഖനത്തിനകത്തു നിന്നും ദേഹത്തിലെ പാപം എന്താണെന്നും ദേഹിയിലെ പാപം എന്താണെന്നും എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ആത്മാവിൻ്റെ ഫലം എന്താണെന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണത് വേർപെടുത്തി എന്ത് ചെയ്യുന്നത്? കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ശുദ്ധീകരണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ നമുക്ക് ശുദ്ധീകരണം വളരെ പ്രാധാന്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ഗ്ലോറി ടു ഗോഡ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും. ശുദ്ധീകരണമില്ലാത്തടത്ത് ദൈവത്തെ കാണാൻ എന്ത് ചെയ്യത്തില്ല? സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ നാമത്തിൽ കൂടി വരാൻ കഴിയും. പക്ഷേ അവനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം, അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, ആ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവം. ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ ദൈവ സമാധാനവും ശുദ്ധീകരണവുമായിട്ട് കണക്റ്റഡാണ്. ശുദ്ധീകരണമില്ലെങ്കിൽ ദൈവസമാധാനം ആ വ്യക്തിക്ക് എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കട്ടെ. ഇവിടെ മുഴുവനും എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം തൊട്ട് താഴെ വായിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ആത്മമണ്ഡലത്തെയും കർത്താവ് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നിങ്ങളുടെ ദേഹി എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നിങ്ങളുടെ ദേഹത്തെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ദേഹത്തിന്റെ ശുദ്ധീകരണം നമ്മൾ നേരത്തെ വായിച്ചു, ജഡത്തിന്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. 5 ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരണം എന്ത് ആവശ്യമാണ്? ദേഹിയിൽ ശുദ്ധീകരണം ആവശ്യമാണ്. മനസ്സ്, വിചാര, വികാര, ഇച്ഛാശക്തികളിൽ ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ മനസ്സാക്ഷിയിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ന്യായപ്രമാണത്തിന്റെ മകളിൽ നിത്യജീവന് വേണ്ടി നടക്കുന്നവരാണ്. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ രക്ഷയും വിശ്വാസത്താൽ നീതീകരണവും പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ എന്ത് ചെയ്യും? നിത്യജീവനിലേക്ക് നടക്കും. അപ്പോൾ അതിന് നടക്കാൻ തടസ്സമായിരിക്കുന്ന കാര്യത്തെ ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള വചനം എന്ത് ചെയ്യുന്നു? ദേഹത്തെയും ദേഹി ആത്മാവിനും വേർപെടുത്തി കാണിച്ചിട്ട് ശുദ്ധീകരിക്കുന്ന ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ദേഹത്തിലെ പാപത്തെയും ദേഹിയിലെ പാപത്തെയും ആത്മമണ്ഡലത്തെയും എന്ത് ചെയ്യും? ശുദ്ധീകരിക്കുന്നു. ആത്മമണ്ഡലത്തിൽ പോരാട്ടം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ പോരാട്ടത്തെ ശുദ്ധീകരിക്കുന്നത് ആരാണ്? ദൈവം. മനസ്സിൽ, ഗ്ലോറി ടു ഗോഡ്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത മനസ്സിൽ എന്തുണ്ടാവും? പോരാട്ടം ഉണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. പലവിധമായ ചിന്തകൾ കൊണ്ട് പോരാട്ടം ഉണ്ടാവും. ദൈവാത്മാവിനാൽ നിയന്ത്രിതമല്ലാത്ത വികാരങ്ങളിൽ ദൈവപരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ഉയർച്ചകൾ എന്ത് ചെയ്യും? ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്യണം? പിടിച്ചടക്കണം. ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നത് ഇതിനൊക്കെയാ. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എങ്ങോട്ട് പോകുന്നു? മോക്ഷത്തിലേക്ക്, നിത്യജീവനിലേക്ക് പോകുന്നു, സിയോനിലേക്ക് പോകുന്നു. അതിനെ സഹായിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും നിങ്ങളുടെ ദേഹിയെ, മനസ്സ്, വിചാര, വികാര, ഇച്ഛാശക്തിയെയും, ഗ്ലോറി ടു ഗോഡ്, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ പോരാടുന്ന ദുഷ്ടാത്മ സേനകളെയും അതിജീവിച്ച് ജയമെടുത്തുകൊണ്ട് മുമ്പിലോട്ട് യാത്ര ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിയണം. അതിനാണ് ദൈവം തൻ്റെ വചനത്തെയും ആത്മാവിനെയും നമുക്ക് തരികയും തൻ്റെ ശുദ്ധീകരണം നമുക്ക് തരികയും ചെയ്യുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ. എല്ലാവരും ആത്മാവിനനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്ന കാര്യമാണ് വചനം എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഏതെങ്കിലും ആത്മാവിനനുസരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 6000 ആത്മാവിനനുസരിച്ച് നടന്ന ഒരു മനുഷ്യനെ കുറിച്ച് വചനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 6000 ആത്മാവും കൂടെ അവനെ എന്ത് ചെയ്യാണ്? ഓരോന്നിനെ അനുസരിച്ച് നടക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. ഈ 6000 ഭൂതം കൂടെ അകത്തിരുന്നിട്ട് ചുമ്മാ ഇരിക്കുമെന്ന് വിചാരിക്കണുണ്ടോ? ഈ 6000 ഭൂതം കൂടെ എന്ത് പറയും? ഓരോ ഭൂതത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറയും. പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, ഏതൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സിന്നായാലും ആ സിന്നിന്റെ പിറകിൽ ഒരു ദുരാത്മാവുണ്ട്. പാപത്തെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഏതൊരു പാപത്തിന്റെയും പുറകിൽ ഒരു ദുരാത്മാവുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോഴാണ് അവൻ സുബോധം പ്രാപിച്ചത്. അപ്പോൾ സുബോധവും പരിശുദ്ധാത്മാവും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അതാണ് സുബോധത്തിന്റെ ആത്മാവെന്ന് പറയും. സുബോധത്തിന്റെ ആത്മാവ് വരുമ്പോൾ പാപത്തിലേക്ക് വലിച്ചഴക്കുന്ന ദുരാത്മാക്കളെ ഇവന് ബോധമുണ്ടാവും. അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? ജയമെടുക്കും. കാര്യം എന്നറിയോ? സകല ലോകത്തെക്കാട്ടിലും അവന് വിലപ്പെട്ട എന്താണ്? തൻ്റെ ജീവനാണെന്ന് ബോധ്യമുള്ളവൻ ജയമെടുക്കും. ഹല്ലേലൂയ. ഈ മരണമുള്ള ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നിത്യജീവനിലേക്ക് കടക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ ആത്മാവിനനുസരിച്ച് നടക്കും. ഗ്ലോറി ടു ഗോഡ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ശുദ്ധീകരണത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? ദൈവം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ എന്ത് നടക്കുന്നു? ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ കർത്താവിൽ ചേരുന്നത് വരെ തുടരുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ശുദ്ധീകരണം എന്നുള്ള പ്രക്രിയ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ കർത്താവിൽ ചേരുന്നത് വരെ. എല്ലാവരും യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. പക്ഷെ യേശുവിനെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്തേ പറ്റൂ? രക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിച്ചാൽ നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. രക്ഷിക്കപ്പെടണം, അനുതപിക്കണം, മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം. ആ തേജസ്കരണത്തിന്റെ അനുഭവം ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ പുറത്തു വരണം. ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ പുറത്തു വരും. ഗ്ലോറി ടു ഗോഡ്. പഴയ മനുഷ്യൻ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുകയും
അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഇപ്പൊ അകത്തെ മനുഷ്യൻ എന്താ? ദൈവത്തിന്റെ ആത്മാവ്. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉള്ളിലെ ആത്മാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതുക്കം തന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ പുറത്തെന്ത് ചെയ്യുന്നു? വരുന്നു. വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ, ദൈവപ്രവർത്തികളിലൂടെ, കൃപകളിലൂടെ, കൃപാവരങ്ങളിലൂടെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ പുതുക്കം ആ മനുഷ്യനിൽ പുറത്ത് ദൈവത്തിന്റെ മഹിമയായി വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്തേ പറ്റൂ? രക്ഷിക്കപ്പെട്ടേ പറ്റൂ. പാപമേറ്റു ഉപേക്ഷിച്ചേ പറ്റൂ. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ അനുതപിച്ചേ പറ്റൂ, മാനസാന്തരപ്പെട്ടേ പറ്റൂ, രൂപാന്തരപ്പെട്ടേ പറ്റൂ. എന്തിനു വേണ്ടി? തേജസ്കരണം ഉണ്ടാകുക. ഇന്ന് വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അനുതപിച്ചിട്ട് എത്ര കാലമായി? ദൈവസന്നിധിയിൽ വന്നൊന്ന് അനുതാപത്തിന്റെ കണ്ണുനീരോടുകൂടി ഒന്ന് കരഞ്ഞ് സമർപ്പിച്ചിട്ട് ഓർക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. പാപബോധം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ദൈവസഭയിൽ ഉണ്ടായാൽ ദൈവജനം എന്ത് ചെയ്യും? മാനസാന്തരപ്പെടും, അനുതപിക്കും. ഇന്ന് വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഒരു വിശ്വാസി, ഏതൊരു വിശ്വാസിയും എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടേണ്ട ആവശ്യമാണ്. എന്തിനു വേണ്ടി? ശുദ്ധീകരണം പ്രാപിക്കാൻ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും. ദേഹം എന്താണെന്ന് വചനം എന്ത് ചെയ്തു? വേർപെടുത്തി കാണിച്ചു തന്നു. ദേഹത്തിലെ പാപങ്ങൾ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ വായിച്ചു. ദേഹി വേർപെടുത്തി കാണിച്ചു തന്നു. ദേഹിയിലെ പാപമാണെന്ന് എന്ത് ചെയ്തു? പാപം എന്താണെന്ന് എന്ത് ചെയ്തു? വചനം വേർപെടുത്തി കാണിച്ചു തന്നു. ആത്മാവ് എന്താണെന്ന് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി തരുന്നു. ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി തരുന്നു. നിങ്ങൾ ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഫിസിക്കൽ ഡെത്താണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ജഡത്തിൻ്റെ ചിന്ത നിത്യമരണം, രണ്ടാം മരണം. ആത്മാവിൻ്റെ ചിന്തയോ ജീവൻ. എന്ത് ജീവൻ? നിത്യജീവൻ. 2 സമാധാനം. ജഡത്തിൻ്റെ ചിന്തയ്ക്ക് ഒരു ഉൽപ്പന്നമേ ഉള്ളൂ, നിത്യനരകം. ആത്മാവിൻ്റെ ചിന്തയ്ക്ക് 2 ഉൽപ്പന്നമുണ്ട്, നിത്യജീവനും ദൈവത്തോടുള്ള സമാധാനം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും പറയുന്നത് എന്താണ്? ആത്മാവിലായി, ആത്മാവിലായി. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? വിടുവിക്കപ്പെട്ടിട്ടില്ല. മരുഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? രക്ഷ പ്രാപിച്ചിട്ടില്ല. യെരിഹോവിന്റെ അടുത്ത് വരെ എന്ത് ചെയ്തു? എത്തി. യോർദാന്റെ കരയിൽ വരെ എന്ത് ചെയ്തു? എത്തി. കനാനിലേക്ക് എത്തിയോ? 30 ലക്ഷം പേരാണ് ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തേ? രക്ഷ പ്രാപിച്ചു. അവരുടെ മരുഭൂമി യാത്രയിൽ 40 വർഷം അവർ എന്ത് ചെയ്തു? ചുറ്റി സഞ്ചരിച്ചു. 12 ദിവസം കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു കനാൻ. പക്ഷെ 40 വർഷമായിട്ട് അവരെന്ത് ചെയ്തില്ല? കനാനിൽ പ്രവേശിച്ചില്ല. പുറപ്പെട്ടു വന്നതിൽ യോശുവയും കാലേബും അല്ലാതെ പുറപ്പെട്ടു വന്നവരിൽ ആരും തന്നെ എന്ത് ചെയ്തില്ല? കനാനിൽ പ്രവേശിച്ചില്ല. അപ്പോൾ 30 ലക്ഷം ഈസ്റ്റു 2 ആണ് എന്ത് ചെയ്തത്? കനാനിൽ പ്രവേശിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കണം. 30 ലക്ഷം പേരിൽ 2 പേരെന്ത് ചെയ്തു? കനാനിൽ പ്രവേശിച്ചു. നോഹയുടെ കാലഘട്ടത്തിൽ 10 ലക്ഷത്തോളം ജനം എന്ത് ചെയ്തിരുന്നു? അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്ക് പറയുന്നത്. ഈ 10 ലക്ഷത്തിൽ എത്ര പേരാണ് നോഹയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടത്? 8 പേർ. അപ്പോൾ 10 ലക്ഷം ഈസ്റ്റു 8. നോഹയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നതിൽ ആ തലമുറ മുഴുവനും നാശത്തിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിഷ്ഠുരന്മാരും പാപികളുമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹാനോക്ക് ഒരൊറ്റ വ്യക്തി ദൈവത്തോട് ചേർന്ന് നടന്നു. ഗ്ലോറി ടു ഗോഡ്. യോശുവയ്ക്കൊരു കൂട്ടുകാരനുണ്ട്, കാലേബ്. കാലേബിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, യോശുവ. നോഹയ്ക്ക് 7 പേർ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ലോത്തിനും ലോത്തിന്റെ 2 പെൺമക്കളും യാത്രയിലുണ്ടായിരുന്നു. പക്ഷെ ഹാനോക്ക് ഒറ്റയ്ക്ക് നടന്നു. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ വിശ്വാസ ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്ന് ഹാനോക്ക് തീരുമാനിച്ചു. ഇല്ല, ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തെ നീ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തോടൊപ്പം നടന്നുകൊള്ളണം. ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഭക്തന്മാർ അവർ ദൈവത്തെ കണ്ടുമുട്ടിയത് ചുരുക്കം പേരാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഞാനും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയാൻ ശ്രമിക്കുന്ന സകലത്തെയും അതിജീവിച്ച് ഭക്തന്മാർ ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ, സഭ ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടപ്പെട്ടതുപോലെ ദൈവസഭയെ ദൈവം എടുത്തുകൊള്ളും. അപ്പോൾ ഇവിടെ ശുദ്ധീകരണത്തിന് യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ.
യേശുവിൻ്റെ രക്തം. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം വളരെ പ്രധാനമാണ്. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും ശുദ്ധീകരണത്തിൻ്റെ മറ്റൊരു വശമുണ്ട്, ക്രൂശിലൂടെയുള്ള ശുദ്ധീകരണം. അത് കുറച്ച് വേദനാജനകമായ ശുദ്ധീകരണമാണ്. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നമ്മൾ വിശ്വാസത്തോടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഏറ്റെടുത്താൽ മതി. പക്ഷെ ക്രൂശിലൂടെയുള്ള ശുദ്ധീകരണം, ഗ്ലോറി ടു ഗോഡ്, പൗലോസ് അപ്പോസ്തലൻ നിലവിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ പാപത്തിന് അടിമപ്പെട്ടുപോയ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നെ ആർ ശുദ്ധീകരിക്കും? ഹല്ലേലൂയ. പഴയ മനുഷ്യനിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. സ്വയത്തിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. ഈ പാപശരീരത്തിന് നീക്കം വരേണ്ടുന്നതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ എന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ത്യജിക്കണം. ഞാൻ എന്നെ തന്നെ ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുരിശാരായി? ഞാനാകുന്ന കുരിശിനെ എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കും. കാരണം ഞാൻ എന്നെ എന്ത് ചെയ്തു? ത്യജിച്ചു കഴിഞ്ഞപ്പോൾ ത്യജിക്കപ്പെട്ട ഞാൻ എൻ്റെ കുരിശായി. തന്നെ ത്യജിച്ച് ആ കുരിശിനെ എടുത്തുകൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തെക്കാൾ കുറച്ചുകൂടി പെയിൻഫുള്ളാണ് ക്രൂശിലൂടെയുള്ള ശുദ്ധീകരണം. ആ ക്രൂശിലൂടെയുള്ള ശുദ്ധീകരണത്തിൽ നമുക്ക് ചില കഷ്ടപ്പാടുകളുണ്ടാവും, ചില ഞെരുക്കങ്ങളുണ്ടാവും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ എന്ത് ചെയ്തില്ല. ക്രൂശ് ചുമ്മാതെ ഉള്ളതാണോ? പെയിനല്ലേ, വേദനയല്ലേ? വേദനിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ആ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശുദ്ധീകരണം എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാനും കഴിയും. ഗ്ലോറി ടു ഗോഡ്. അടി ചെയ്യും ഗുണം എന്ന് പറഞ്ഞതുപോലെ നമുക്കും ചില ശിക്ഷണങ്ങൾ ദൈവം എന്ത് ചെയ്യും? തരും. അന്നേരം ആ ശുദ്ധീകരണം നമുക്ക് എന്ത് ചെയ്യും? നമുക്കുണ്ടാവും. ഹല്ലേലൂയ. മൂന്നാമത് മറ്റൊരു ശുദ്ധീകരണമുണ്ട്. എന്താണെന്നറിയോ? വചനത്തിലൂടെയുള്ള ശുദ്ധീകരണം. നിങ്ങളുടെ മനസ്സിനോട് പോരാടുന്ന നെഗറ്റീവ് തോട്ട്സുകളെ യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ ശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തം കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് യേശുവിൻ്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയും. യേശുവിൻ്റെ ക്രൂശിലൂടെ ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കാൻ കഴിയും. പക്ഷേ വചനത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വചനമില്ലാത്ത പക്ഷം ചിന്തകളിൽ ഈ ലോകത്തിൻ്റെ കാട് കയറും, ജഡത്തിൻ്റെ മോഹത്തിൻ്റെ കാട് കയറും, ദൈവപരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയർച്ചകൾ പൊങ്ങും. വചനമില്ലാത്തവൻ്റെ ചിന്തയ്ക്ക് പറ്റുന്ന അപകടം അതാണ്. ചിന്താമണ്ഡലത്തിൽ വചനത്താൽ ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞു പോയ പാപങ്ങൾക്ക് യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. പ്രസന്റ് ടൈമിൽ നമ്മൾ നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് ക്രൂശിൻ്റെ അനുഭവത്തിലൂടെയുള്ള ശുദ്ധീകരണം. അതിനപ്പുറത്ത് നമ്മളുടെ ചിന്താമണ്ഡലം, നമ്മുടെ വിചാരങ്ങളിൽ, വികാരങ്ങളിൽ, ഇച്ഛാശക്തിയിൽ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണെങ്കിൽ അനുദിനം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ ചിന്താമണ്ഡലത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ കർത്താവേ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞിരിക്കാൻ എളുപ്പമാണ്. ശുദ്ധീകരണത്തിൻ്റെ വഴികളും മാർഗങ്ങളുണ്ട്. ആത്മാവിനനുസരിച്ച് നടക്കുക എന്ന് പറയുകയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദേഹത്തെയും ദേഹി ആത്മാവിനും വേർപെടുത്തി കാണിച്ചിട്ട് ദേഹിയുടെ ശുദ്ധീകരണം എന്താണെന്നും ദേഹത്തിൻ്റെ ശുദ്ധീകരണം എന്താണെന്നും ആത്മമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം എന്താണെന്നാണ് വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം എന്തിനു വേണ്ടിയാണ്? പാപമോചനത്തിന് വേണ്ടി, നിത്യജീവൻ അവകാശമാക്കുവാൻ. ഗ്ലോറി ടു ഗോഡ്. ദേഹിയിലെ ശുദ്ധീകരണത്തിന് മനസ്സും വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയും വചനത്തിലൂടെ കടത്തി വിടുമ്പോൾ അവിടെ ശുദ്ധീകരണം എന്ത് ചെയ്യും? ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഭോഷ്ക് ഉപേക്ഷിക്കുന്നു, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം ഉപേക്ഷിക്കുന്നു. നേരത്തെ നമ്മൾ ലിസ്റ്റിൽ വായിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, ആവർത്തിച്ച് പറയാൻ സമയം പോരല്ലോ. അതിൽ ഓരോന്നിൽ നിന്ന് ജയമെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ രക്തത്താലുള്ള ശുദ്ധീകരണവും ക്രൂശിനാലുള്ള ശുദ്ധീകരണം, വചനത്തിലുള്ള ശുദ്ധീകരണത്തിനപ്പുറത്ത് മറ്റൊരു ശുദ്ധീകരണമുണ്ട്.
പരിശുദ്ധാത്മാവിലൂടെയുള്ള ശുദ്ധീകരണം. പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം ആത്മമണ്ഡലത്തിൽ നൽകുന്ന ശുദ്ധീകരണമാണ്. ജലസ്നാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വചനത്തോടു കൂടിയുള്ള ശുദ്ധീകരണത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവന്റെ ക്രൂശിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കുന്നു. വചനത്തിലൂടെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കുന്നു. ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മപകർച്ച ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുന്നതിലൂടെ, ഗ്ലോറി ടു ഗോഡ്, ഞാൻ നിങ്ങളെ ആത്മാവിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. ജലത്തിൽ സ്നാനം കഴിക്കണം, വചനത്തിൽ സ്നാനം കഴിക്കണം, വചനത്തോടുകൂടിയ ജലസ്നാനത്തിൽ. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിക്കണം. എന്തിനു വേണ്ടി? നിത്യജീവൻ അവകാശമാക്കുക. നിങ്ങൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, അതിനെ അതിജീവിച്ച, അതിൻ്റെ മേൽ നിത്യജീവൻ അവകാശമാക്കിയ പരിശുദ്ധാത്മാവിനാൽ പുത്രത്വം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ പ്രാപിച്ചവരാണ്. ആ പുത്രത്വം എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. അധികാരം എന്തിനുള്ളതാണ്? പ്രയോഗിക്കാനുള്ളത്. എവിടെയാണ് അധികാരം പ്രയോഗിക്കേണ്ടത്? ദൈവമക്കൾ എന്നുള്ള അധികാരം പ്രയോഗിക്കാനുള്ളത് 3 മേഖലകളാണ്. ജഡത്തെ അതിജീവിക്കുന്ന അധികാരം, ലോകത്തെ അതിജീവിക്കുന്ന അധികാരം, പിശാചിനെ അതിജീവിക്കുന്ന അധികാരം. ഗ്ലോറി ടു ഗോഡ്. ലോകം, ജഡം, പാപം, പിശാച് എന്നിവയെ അതിജീവിക്കുന്ന അധികാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ അധികാരം ഉണ്ടായി. ഹല്ലേലൂയ. അവർ മരണം വിട്ട് എന്ത് ചെയ്തു? ജീവനിൽ കടന്നു. ആ ജീവനിൽ കടന്നതോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാ സ്നാനം നമുക്ക് ലഭിക്കുന്നതിലൂടെ ആത്മാവിൻ്റെ ശുദ്ധീകരണം നമ്മിൽ എന്ത് ചെയ്യണം? നടക്കണം. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും നമ്മൾ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? പോരാടുന്നില്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളൊന്നും തന്നെ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കണം. ഈ കോട്ട എവിടെയാണ് പിശാച് ഉണ്ടാക്കുന്നത്? ദേഹിയിൽ. ദേഹിയിലെ കോട്ടയെ ആത്മാവ് എന്ത് ചെയ്യണം? ഇടിക്കണം. ഇല്ലെങ്കിൽ ഈ കോട്ടയ്ക്കകത്ത് ആര് കിടക്കും? ദേഹി കിടക്കും. പാപമെന്ന കോട്ടയ്ക്കകത്ത് പിശാച് എന്ത് ചെയ്യുന്നു? ഈ മനുഷ്യൻ്റെ ദേഹിയെ പിടിച്ചെന്ത് ചെയ്യും? ഇടും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, കോട്ടയ്ക്കകത്താകപ്പെടും. ആത്മപകർച്ച ലഭിച്ചവൻ ഈ കോട്ട എന്ത് ചെയ്യും? ഇടിക്കും. ദൈവ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ഉയർച്ചയെ എന്ത് ചെയ്യും? പിടിച്ചടക്കും. കാര്യം എന്ത് ചെയ്തു? ആത്മമണ്ഡലത്തിൽ ശുദ്ധീകരണം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ യേശുവിൻ്റെ രക്തം കഴുകുന്നു. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് നമ്മൾ കഷ്ടതകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുദിനമുള്ള ശുദ്ധീകരണം എന്ത് ചെയ്യുന്നു? നടക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണം നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ആത്മതലത്തിൽ ശുദ്ധീകരണം നടക്കുമ്പോൾ പിശാചുമായിട്ടുള്ള പോരാട്ടം അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ജയമെടുക്കാൻ കഴിയും. കോട്ടകളെ, പിശാച് കെട്ടുന്ന കോട്ടകളെ ഇടിക്കും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ഉയർച്ചയെ എന്ത് ചെയ്യാൻ പറ്റും? ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് ആത്മമണ്ഡലത്തിലെ ശുദ്ധീകരണം. നമ്മൾ എന്തിനാ വരുന്നേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കർത്താവ് നേരിട്ടിറങ്ങി വന്ന് നിത്യജീവനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പം തിന്നവരാരും കേൾക്കാതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇട്ടിട്ട് പോയി. ശേഷിച്ചിരുന്നത് ശിഷ്യന്മാരാ. കർത്താവ് അവരോടും ചോദിക്കുന്നത്, നിങ്ങൾക്കും പോണ്ടായോ? അപ്പോൾ പത്രോസ് തിരിച്ചു പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലിരിക്കുന്നു. ഞങ്ങൾ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങു പോയാലും നിത്യജീവന്റെ മൊഴികൾ പറയുന്ന ഒരുവനുമില്ല. ഇന്നും ഇതേ ആത്മാവ് ദൈവസഭയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടം ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു എന്നാണ് വചനം. ആത്മാവ് സഭകളോട് വെളിപ്പെടുത്തുന്നത് കേൾക്കുവാൻ ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? കേൾക്കട്ടെ. 2ാം മരണത്തിൽ അവന് ദോഷം വരില്ലെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കുമ്പോൾ 2ാം മരണത്തിൽ അവന് ദോഷം വരില്ല. മനസ്സിലാകുന്നുണ്ടോ? 2ാം മരണം എന്താ? നിത്യനരകം. 1ാം മരണം രക്ഷിക്കപ്പെട്ടവനുണ്ടാവും, നീതീകരണം പ്രാപിച്ചവനുണ്ടാവും, വിശുദ്ധീകരണം പ്രാപിച്ചവനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ, ഇല്ലാത്ത പക്ഷം രൂപാന്തരപ്പെടും. പക്ഷെ 2ാമത്തെ മരണം എന്ന നിത്യനരകം നിന്നെ എന്ത് ചെയ്തില്ല? തൊടത്തില്ല. നമ്മൾ അതിനാണ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം വരുമ്പോൾ യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട യാഗവസ്തുവിൻ്റെ മേൽ തീ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത് പോലെ
സ്വർഗീയ തീ ഇറങ്ങി സ്വയകേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും കത്തിച്ചു കളയും. ഈ അഭിഷേകമാണ് യാഗപീഠത്തിൽ പകരപ്പെടുന്ന അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മപകർച്ചയിലുണ്ടാകുന്ന അഭിഷേകം. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ജീവൻ, വിശുദ്ധി. ജീവൻ എവിടെ? അകത്ത് ജീവൻ. അകത്ത് ആത്മാവിൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ പുറത്ത് വിശുദ്ധി ഉണ്ടാകും. അകത്ത് ജീവനും പുറത്ത് വിശുദ്ധിയുമുള്ള ആരാധനയാണ് ഇവിടെ പറയുന്നത്. എന്തേ? ബുദ്ധിയുള്ള ആരാധന. ഈ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ ദൈവപരിജ്ഞാനത്തിന് വിരുദ്ധമായി ഹല്ലേലൂയ സകലത്തെയും ദൈവം ദഹിപ്പിച്ചു കളയും. യാഗപീഠത്തിൽ ദഹിപ്പിച്ചു കളയുമ്പോൾ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായിട്ട് എന്ത് ചെയ്യും? മാറും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ആത്മാവിനെ പ്രാണനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേർപെടുത്തുന്നു. സന്ധി മജ്ജകളെ അസ്ഥിയിൽ നിന്ന് വേർപെടുത്തുന്നത് പോലെ ബുദ്ധിമുട്ടാണ് ദേഹിയിൽ നിന്ന് ആത്മാവിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. അതിന് ദൈവത്തിൻ്റെ വചനത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അസ്ഥി എന്ത് ചെയ്യും? കാണാൻ പറ്റും. പക്ഷേ ഗ്ലോറി ടു ഗോഡ്, വചനത്തിലൂടെ ദേഹത്തെയും ആത്മാവിനെയും ദൈവാത്മാവ് വേർപെടുത്തി തരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ? ഒരു ഡോക്ടർ അസ്ഥിയെ നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ MRI സ്കാൻ നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, CT സ്കാൻ നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? നമ്മളെ സ്കാൻ ചെയ്ത് തരുന്നു, നമ്മളെ എക്സ്റേ എടുത്ത് തരുന്നു, നമ്മെ MRI സ്കാൻ ചെയ്യുന്നു. പലതരം കാര്യങ്ങളിലൂടെ ദേഹത്തെയും ദേഹി ആത്മാവിനെയും വേർപെടുത്തി തരുമ്പോൾ വേർപെടുത്തി തരിക മാത്രമല്ല, അതിൻ്റെ സൊല്യൂഷനും കൂടെ എന്ത് ചെയ്യാണ്? തരികയാണ്. ദേഹത്തിലെ പാപത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം? ദേഹിയിലെ പാപത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം? ദൈവത്തോടുള്ള ബന്ധം പുലർത്തേണ്ടുന്നതിന് മനസ്സാക്ഷിയുടെ ശുദ്ധീകരണത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ആത്മനിയന്ത്രിതമായ ഒരു ജീവിതം നയിക്കാം എന്നിത്യാദി എല്ലാ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ദൈവവചനത്തിലുണ്ട്. എന്തിനു വേണ്ടി? നിത്യജീവൻ അവകാശമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണത്തിൻ്റെ മുകളിൽ ആര് മാത്രമേ വന്നുള്ളൂ? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ അപ്പോൾ എന്തുണ്ട്? നിത്യജീവൻ. ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്തം ഒറ്റ വാഗ്ദത്തമാണ്. നിത്യജീവൻ എന്ന വാഗ്ദത്തം ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ആ നിവർത്തിക്കപ്പെട്ട ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ തരുമ്പോൾ നമ്മൾ ദൈവാത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. യഹൂദൻ ഇന്നും ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നു. നമ്മളോ പ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഗ്ലോറി ടു ഗോഡ് നമുക്കും നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിനെ, ഈ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയതിന് എല്ലാ സ്തുതി സ്തോത്രങ്ങളും മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് നിത്യതയിൽ നമ്മെ എത്തിക്കും. ഗ്ലോറി ടു ഗോഡ്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. പുറംജാതിക്കാരായ നമുക്ക് ദൈവം ഈ മഹത്തായ കൃപ നൽകുമ്പോൾ നമ്മളിൽ മാത്രം ഇത് അടച്ചു വെച്ച് സൂക്ഷിക്കുവാനല്ല, നമ്മളിത് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ദാവീദ് പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകട്ടെ. ഹല്ലേലൂയ. എന്നിൽ നിന്ന് കുടിക്കുന്നവൻ, ഗ്ലോറി ടു ഗോഡ്, എന്നിൽ നിന്ന് പാനം ചെയ്യുന്നവൻ, അവൻ്റെ ഉള്ളിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയുണ്ടാകും. ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും ഈ വചനങ്ങളെ പാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നിത്യജീവൻ്റെ ഹല്ലേലൂയ ഗ്ലോറി ടു ഉറവകൾ എന്ത് ചെയ്യട്ടെ? പൊട്ടിപ്പുറപ്പെടട്ടെ. അത് സകല ജാതികളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള നിത്യരക്ഷ യേശുക്രിസ്തുവിലൂടെ ഉള്ളത് വിളിച്ചറിയിപ്പാൻ ഈ വചനങ്ങൾ ദൈവം നമ്മേവരെയും ഹല്ലേലൂയ ഇടയാക്കട്ടെ. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് വരികിൽ ക്രിസ്തുവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവിൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വേലയിൽ നമുക്ക് വർധന ഉണ്ടാകട്ടെ. കർത്താവ് അതിനായിട്ട് നമ്മേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.